ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ടൈപ്പ് ഓഫ് സെർച്ച് എഞ്ചിൻസിനെ കുറിച്ചാണ്. പേജ് നമ്പർ 136 തൊട്ടാണ് സെർച്ച് എഞ്ചിനുകളെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെർച്ച് എഞ്ചിൻ എന്താണെന്ന് കണ്ടായിരുന്നു. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെർച്ച് എഞ്ചിനുകളെ കുറിച്ചാണ് ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ 4 ടൈപ്പ് സെർച്ച് എഞ്ചിനുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് സെർച്ച് എഞ്ചിനാണ്, അല്ലാതെ സെർച്ച് എഞ്ചിനുകളല്ല, ടൈപ്പ്. ഓരോ സെർച്ച് എഞ്ചിൻ്റെയും ടൈപ്പിനെ കുറിച്ചാണ് ഈ പാഠഭാഗം പറഞ്ഞേക്കുന്നത്. പേജ് നമ്പർ 136. ഫസ്റ്റ് വൺ ക്രോളേഴ്സ് ഉണ്ട്. അപ്പം ക്രോളേഴ്സ് സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുമ്പം ഇൻ്റർനെറ്റിൽ ഒരു സെർച്ച് ചെയ്യുന്ന നമ്മുടെ സെർച്ച് എഞ്ചിന് ഇൻ്റർനെറ്റിൽ വിവരങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രോളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രോളേഴ്സിനകത്ത് നമ്മൾ ഓരോ വെബ് പേജും സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കീവേഡ്സുമായിട്ടുള്ള വെബ് പേജുകൾ ആ പേജിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ക്രോളേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, സ്പൈഡർ ടു സെർച്ച് ഇൻ്റർനെറ്റ്. ഇപ്പം ഒരു സ്പൈഡർ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ക്രോളർ സെർച്ച് എഞ്ചിനുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം ക്രോളേഴ്സ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പം scans through each web page, find out keywords that describe the web page and then adds to the page to search engines database. അപ്പം നമ്മൾ ഒരു കീവേഡ് ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വെബ് പേജുകൾ ഏതാണോ അത് നമ്മുടെ ഡാറ്റാബേസ്, സെർച്ച് എഞ്ചിൻ്റെ ഡാറ്റാബേസിൽ ആഡ് ചെയ്യുവാണ് ക്രോളേഴ്സ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിളും യാഹൂ ഒക്കെ ക്രോളർ സെർച്ച് എഞ്ചിൻസിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് ഡയറക്ടറീസ് ഉണ്ട്. ഡയറക്ടറീസ് ആർ സെർച്ച് എഞ്ചിൻസ് വിച്ച് ആർ അപ്ഡേറ്റഡ് മാനുവലി. അപ്പം മാനുവലി അപ്ഡേറ്റ് ചെയ്യുന്ന സെർച്ച് എഞ്ചിനുകളാണ് നമ്മൾ ഡയറക്ടറീസ് എന്ന് പറയുന്നത്. ഇപ്പം ഡയറക്ടറി സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പം നമ്മൾ ഒരു ഡയറക്ടറി ബേസിലായിരിക്കും നമ്മൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡയറക്ടറി സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. Directories are search engines which are updated manually. A site owner will submit the details of the website to be included in the directory and must be manually approved the inclusion of edited staff. Example, Open Directory Project, Internet Public Library. This type of search engines are almost wiped out since the advent of crawler search engines. അപ്പം പണ്ട് കാലത്തല്ല, ഈ ക്രോളർ സെർച്ച് എഞ്ചിനുകൾ വരുന്നതിന് മുമ്പിലത്തെ സെർച്ച് എഞ്ചിനുകളായിരുന്നു ഡയറക്ടറീസ് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ച്, എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡയറക്ടറി ബേസിലായിരുന്നു നമുക്കെന്താ റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ ഇപ്പം മോസ്റ്റ്ലി എല്ലായിടത്തും തന്നെ ക്രോളേഴ്സ് സെർച്ച് എഞ്ചിൻസാണ്. അപ്പം ക്രോളേഴ്സ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പം നമ്മുടെ കീവേഡ്സുമായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വെബ് പേജുകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു, നമ്മുടെ സെർച്ച് എഞ്ചിൻ്റെ ഡാറ്റാബേസിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് സെർച്ച് എഞ്ചിനുകളാണ് ക്രോളേഴ്സ്. പക്ഷേ ഡയറക്ടറീസ് എന്ന് പറയുമ്പം നമ്മൾ ഒരു എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടറി ബേസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം പണ്ടായിരുന്നു ഡയറക്ടറി ബേസിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം മിക്കതും തന്നെ ഗൂഗിൾ ആൻഡ് യാഹൂ ഒക്കെ എല്ലാം തന്നെ ക്രോളേഴ്സ് ബേസിലായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, ഹൈബ്രിഡ്സ്. അപ്പോൾ ഹൈബ്രിഡ്സ് എന്ന് പറയുമ്പം ക്രോളേഴ്സിൻ്റെയും ഡയറക്ടറിയുടെയും ഒരു മിക്സിനെയാണ് നമ്മൾ ഹൈബ്രിഡ്സ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസൾട്ട് ഓഫ് ബോത്ത് ഡയറക്ടറീസ് ആൻഡ് ക്രോളേഴ്സ് ആർ ഡിസ്പ്ലേഡ്. അപ്പോൾ ഹൈബ്രിഡ് സെർച്ച് എഞ്ചിനകത്ത് ഡയറക്ടറിയും അതുപോലെ തന്നെ ക്രോളേഴ്സ് സെർച്ച് എഞ്ചിൻ്റെ റിസൾട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തായിരിക്കും നമുക്ക് ഹൈബ്രിഡ് എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനിൽ കിട്ടുന്നത്. Even though crawlers are fast and efficient, if a particular site is identified as spam, the owner should take a corrective action and resubmit the details of the site. Review of such sites are manually done. അപ്പോൾ ഈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ക്രോളേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ടറീസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ക്രോളേഴ്സ് എന്ന് പറയുന്നത് വെരി ഫാസ്റ്റാണ്, അതുപോലെ തന്നെ എഫിഷ്യൻ്റാണ്. അപ്പോൾ ഏതെങ്കിലും സൈറ്റിൽ ഒരു സ്പാം കണ്ടു കഴിഞ്ഞാൽ ഒരു കറക്റ്റീവ് ആക്ഷൻ, അതുപോലെ തന്നെ ആ സൈറ്റിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് റീസബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ഈ ഹൈബ്രിഡിന് സാധിക്കും.
ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെർച്ച് എഞ്ചിനുകളാണ് മെറ്റാ സെർച്ച് എഞ്ചിൻ. അപ്പം മെറ്റ എന്ന് പറയുമ്പോൾ ഒരു ലിസ്റ്റിലെ ഒരു സെയിം ടൈമിൽ തന്നെ ഒരു ലിസ്റ്റിൻ്റെ റിസൾട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന സെർച്ച് എഞ്ചിനുകളാണ് മെറ്റാ സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ മെറ്റാ സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ 2-3 സെർച്ച് എഞ്ചിനുകളുടെ റിസൾട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സെർച്ച് എഞ്ചിനുകളാണ് മെറ്റാ സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഡോഗ്പൈലും ഇപ്പിയൊക്കെ മെറ്റാ സെർച്ച് എഞ്ചിനുകൾക്ക് എക്സാമ്പിളാണ്. മെറ്റാ സെർച്ച് എഞ്ചിൻസ് യൂസസ് സെവറൽ അതർ സെർച്ച് എഞ്ചിൻസ് അറ്റ് ദ സെയിം ടൈം ആൻഡ് കമ്പൈൻസ് ദ റിസൾട്ട് വൺ ലിസ്റ്റ്. അപ്പം മെറ്റാ സെർച്ച് എഞ്ചിനകത്ത് 2-3 സെർച്ച് എഞ്ചിനുകളുടെ റിസൾട്ട് സെയിം ടൈമിൽ കമ്പൈൻ ചെയ്ത് ഒരു ലിസ്റ്റാക്കി തരുന്ന സെർച്ച് എഞ്ചിനുകളാണ് മെറ്റാ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. മോർ നമ്പർ ഓഫ് സൈറ്റ് വിൽ ബി ലിസ്റ്റഡ് ഇൻ ദ റിസൾട്ട് ബട്ട് സം ഓഫ് ഇറ്റ് മൈറ്റ് ബി റിലവൻറ്റ്. എക്സാമ്പിൾ ഡോഗ്പൈൽ ആൻഡ് ഇപ്പി എന്നൊക്കെ പറയുന്നത് മെറ്റാ സെർച്ച് എഞ്ചിനുകൾക്ക് എക്സാമ്പിളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കാദമിക് സെർച്ച് ടെക്നിക്സ് ആണ്. അപ്പോൾ അക്കാദമിക് സെർച്ച് ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പേജ് നമ്പർ 136 തന്നെയാണ്. അപ്പം അക്കാദമിക് സെർച്ച് ടെക്നിക്സ് എന്ന് പറയുമ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ കൂടെ ബുക്സ്, ആർട്ടിക്കിൾസ്, ജേണൽസ്, പേറ്റൻസ് ഇതൊക്കെ സെർച്ച് ചെയ്യുന്നതാണ് അക്കാദമിക് സെർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അക്കാദമിക് സെർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂഷ്വലായിട്ടുള്ള ഓൺലൈൻ സെർച്ചിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. നമ്മൾ അക്കാദമിക് സെർച്ച് സാധാരണ ചെയ്യുന്നത് ജേണൽസ് അതുപോലെ തന്നെ പേപ്പേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ അക്കാദമിക് സെർച്ച് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ സ്കോളർ, ഗൂഗിൾ ബുക്സ്, ഗൂഗിൾ പേറ്റൻസ് ഇങ്ങനെയുള്ള ഇൻ്റർഫേസുകളിലൂടെയാണ് നമ്മൾ അക്കാദമിക് സെർച്ച് നടത്തുന്നത്. അപ്പം ദ ഫോളോവിങ് ടെക്നിക്സ് വിൽ ബി യൂസ്ഫുൾ ഫോർ അക്കാദമിക് സെർച്ച്. അപ്പം അക്കാദമിക് സെർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സിനെ കുറിച്ചാണ് പിന്നീട് തന്നേക്കുന്നത്. ഒരു 4 ടെക്നിക്സിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ കോഡ്സ്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഡബിൾ കോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി നമ്മൾ ഏത് വേർഡാണോ ഉദ്ദേശിക്കുന്നത് ആ വേർഡിൻ്റെ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഈ വേർഡ്സിനെ പറ്റി ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് കിട്ടാതിരിക്കാനുള്ള ചാൻസും ഈ കോഡ്സ് യൂസ് ചെയ്താലുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സെർച്ച് വിത്ത് OR എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോഴത്തേനും അബ്രിവേഷൻ അല്ലെങ്കിൽ സിനോംസ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ വേർഡ് തന്നെ ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് റിഫൈൻഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഏതിൻ്റെയാണോ സ്പെസിഫിക് ഇൻഫർമേഷൻ്റെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അതുകൂടെ ആഡ് ചെയ്ത് ആ അബ്രിവേഷനും സിനോംസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് OR അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും, കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. നമ്മൾ പക്ഷേ ജസ്റ്റ് ചുമ്മാ OR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല. ഇനി നെക്സ്റ്റ് എക്സ്ക്ലൂഡിങ് സ്പെസിഫിക് ടേംസ് വിത്ത് ദി മൈനസ് ഓപ്പറേറ്റർ. ഇപ്പോൾ റിസൾട്ടിനെ നമ്മൾ ചുരുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൈനസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. If the user want to know about financial management but does not need dividend theories, financial management minus dividend theories will return result of financial management without dividend theories. അപ്പം നമ്മൾ ഏത് വേർഡിൻ്റെ ആണോ നമുക്ക് ഇൻഫർമേഷൻ വേണ്ടത് അത് നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ ഏതാണോ നമുക്ക് അതിനകത്ത് ആവശ്യമില്ലാത്ത ടോപ്പിക്ക് അത് നമ്മൾ മൈനസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഏത് ഇൻഫർമേഷൻ ആണോ വേണ്ടത്, നമ്മൾ കൊടുത്തിരുന്ന ടോപ്പിക്കിൻ്റെ ഏത് ഇൻഫർമേഷൻ ആണോ വേണ്ടത്, ഏതാണോ ആവശ്യമില്ലാത്തത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് അത് നോക്കി നമുക്ക് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൈനസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പം സെർച്ചിങ് ഫോർ ടൈറ്റിൽ വേർഡ്സ്. അപ്പം ടൈറ്റിൽ വേർഡ്സ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന അടുത്ത ടെക്നിക്കിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ജനറലി ഗൂഗിൾ സ്കോളർ വിൽ സെർച്ച് ഫോർ ടേംസ് അപ്പിയറിംഗ് എനിവെയർ ഇൻ ദ ആർട്ടിക്കിൾ ഇഫ് ദ യൂസർ വാണ്ട് ടു സെർച്ച് ഫോർ ആർട്ടിക്കിൾസ് വിച്ച് ഹാസ് ദി ടൈറ്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എക്സാമ്പിൾ
അലിൻ ടൈറ്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ സ്കോളറിനകത്ത് സെർച്ച് ചെയ്യുമ്പം നമുക്കെന്താ ആ ടൈറ്റിൽ വേർഡ്സ് തന്നെ വേണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിളിനകത്ത് എവിടെയാണോ ആ ടൈറ്റിൽ വേർഡ് ഉള്ളത് ആ ആർട്ടിക്കിൾ ആ ഇൻഫർമേഷന് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് സെർച്ചിങ് ഫോർ PDF ഫയൽസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻഫർമേഷൻ്റെ PDF ഫയലാണ് വേണ്ടതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ PDF ഫയൽ വേണമെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ഏത് ഇൻഫർമേഷനാണോ വേണ്ടത് PDF കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ അല്ലെങ്കിൽ പബ്ലിക്കേഷൻ്റെ ആയിട്ടുള്ള PDF ഫയലുകളൊക്കെ നമുക്ക് കിട്ടും. ഇതിനകത്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫയൽ ടൈപ്പ് PDF കൊടുക്കുമ്പോഴാണ് നമുക്കെന്താ PDF ഫയൽ കിട്ടുന്നത്.